ഈ മരിച്ചുപോയ വിക്ടിമിനെ കാണാതെ ആയതുമായി ബന്ധപ്പെട്ട് 6-ാം തീയതി സഹോദരി പരാതി കൊടുക്കുന്നു. 7-ാം തീയതി ഈ കാണാതായ ആളിൻ്റെ ബോഡി അവിടുത്തെ കനാലിൽ കണ്ടെത്തുകയും അന്ന് തന്നെ ഈ കേസിലെ പ്രതി അബ്സ്കോണ്ടിങ് ആകുകയും അതിനുശേഷം പ്രതിയെ അന്വേഷിച്ച് വരവേ ഈ കേസിലെ പ്രതിയെ കുളത്തുമണ്ണ് എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിൽ ദൃക്സാക്ഷികളായിട്ട്, അതായത് ഐ വിറ്റ്നസ്സായിട്ട് ഒരു സാക്ഷികളും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പോലീസ് ശേഖരിച്ച സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ലൈഫ് ഇംപ്രിസൺമെൻറ്റും കൂടാതെ 1 ലക്ഷം രൂപയും പിഴയുമാണ് 302 സെക്ഷനിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 201 അനുസരിച്ച് 25,000 രൂപ പിഴയും 2 വർഷം ശിക്ഷയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ ജയിലിൽ കിടന്ന കാലാവധി 2023 മുതൽ 26 വരെ ഇന്ന് വരെയുള്ള കാലാവധി സെറ്റ് ഓഫ് ആയിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രതിക്ക് കിട്ടുന്നതാണ്. ഇത് ആദ്യം ഇതൊരു കനാലിൽ വീണുള്ള മരണമല്ലേ? കനാലിൽ വീണുള്ള മരണം KP ആക്ട് 57 അനുസരിച്ചാണ് ആദ്യം പോലീസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് വിശദമായ അന്വേഷണത്തിലാണ് ഇത് കൊലപാതകമാണെന്നും മനസ്സിലായത്. ഈ കൊലപാതകമാണെന്ന് പറയാനുള്ള കാരണം ഈ പ്രതിയുടെ ഭാര്യയുമായിട്ട് മരണപ്പെട്ട അനന്തു എന്ന് പറയുന്ന വ്യക്തിക്ക് അവിഹിത ബന്ധമുണ്ടെന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്താണ് പ്രതി ഇത്തരത്തിൽ ഈ കൊലപാതകം നടത്തി അബ്സ്കോണ്ടിങ് ആയിട്ടുള്ളത്.